പാചകവാതക ക്ഷാമം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ രൂക്ഷമായി. ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ നീണ്ട നിരയാണ്. പലയിടത്തും സംഘർഷത്തിന് ഇത് കാരണമായി. ഉത്തർപ്രദേശിലെ ബസ്തിയിൽ സിലിണ്ടറുകൾ കൈക്കലാക്കി ഓടുന്ന നാട്ടുകാരുടെ വീഡിയോ വൈറലാകുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ അടുക്കളകളിലേക്കും പടരുന്നു. നോയിഡ, ലക്നൌ, ഭുവനേശ്വർ, പുണെ, നാഗ്പൂർ, ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ഏജൻസികൾക്ക് മുന്നിൽ ജനങ്ങൾ തടിച്ചുകൂടി. ഉത്തർപ്രദേശിലെ ബസ്തിയിലുള്ള മഹാദേവ ഗ്യാസ് ഏജൻസിയിൽ നിന്നും നാട്ടുകാർ ഗ്യാസ് സിലിണ്ടറും എടുത്തു കടന്നു. നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഗ്യാസ് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. പുലർച്ചെ 3 മണി മുതൽ തന്നെ ക്യൂവിൽ സ്ഥാനം പിടിക്കുന്നവരാണ് പലരും. ഝാൻസിയിൽ 18 ലക്ഷം രൂപ വിലയുള്ള 524 സിലിണ്ടറുകൾ മോഷണം പോയി. 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോരഖ്പൂരിൽ ക്യൂവിൽ നിന്നവർ തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിലെത്തി. LPG ഗോഡൌണിന് മുമ്പിലായിരുന്നു തല്ല്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ അടുക്കള അടച്ചു. പ്രസാദം നൽകൽ നിർത്തിവെച്ചു. ദേവരിയയിലും നോയിഡയിലും സ്ഥിതി സമാനമാണ്. എന്നാൽ ബുക്കിംഗിനുള്ള സെർവർ ഡൗൺ ആയതാണ് പ്രശ്നമെന്ന് ADM പറയുന്നു. बेसिकली सर्वर जो ऑल ओवर इंडिया डाउन चल रहा है बुकिंग का, उसकी वजह से आ रही है. वो भी बात की करी जा चुकी है ऊपर. तो जो टीम लगी हुई है सर्वर को दोबारा उसको रिवाइव करने के लिए, तो वो लगी है. तो शाम तक हमें है कि वो चालू हो जाएगा. അതേസമയം LPG ക്ഷാമം എന്ന വ്യാജ പ്രചരണത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകി. മുൻപ് ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടിയാണ് ജനം ക്യൂവിൽ നിന്നതെങ്കിൽ ഇപ്പോഴവർ പാചകവാതക സിലിണ്ടറുകൾക്കായി അലയുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.